Hello guys. Welcome back. So ഇന്ന് ഞങ്ങൾ ന്യൂപോർട്ടിൽ തന്നെയാണ്. സോ ന്യൂപോർട്ടിൽ ഒരു ബ്രേക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു മാൻഷൻ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു ഭയങ്കര വലിയൊരു മാൻഷൻ ആണ് അത്. അതെ. ആക്ച്വലി 2-3 മാൻഷൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. സോ ഞങ്ങൾക്ക് 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഡുവർ ടിക്കറ്റ്സും ആണ്. രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് മാർബിൾ മാൻഷനും മാർബിൾ ഹൗസ് ബ്രേക്കേഴ്സ് മാൻഷൻ എന്ന് പറഞ്ഞ രണ്ടെണ്ണം. അപ്പോൾ നമ്മൾ ഇപ്പം നിൽക്കുന്നത് ബ്രേക്കേഴ്സ് മാൻഷന്റെ ഫ്രണ്ടിലാണ്. ഈ കാണുന്ന കാണുന്നില്ലേ, ഒരു വലിയൊരു ബിൽഡിംഗ് ആണ്. നമുക്ക് അങ്ങനെ നടക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് സീനിക് പാത്ത് വേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നടന്ന് കാണാൻ വേണ്ടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൽ കൂടെ ഇങ്ങനെ ചുമ്മാ നടക്കുക, എന്തൊക്കെയാണ് സീനിക് പാത്ത് വേ എന്താണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അത് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിയുമ്പോൾ സ്നോ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ ഉള്ളിലോട്ട് കയറാം. അപ്പോൾ പിന്നെ സ്നോകളുണ്ട്. 2 മണിക്കൂറത്തേക്കേ ഉള്ളൂ സ്നോ. എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പം നമുക്കിവിടെ ഒരു 12 o'clock ആയി. ഞങ്ങൾ രാവിലെ ലേറ്റ് ആയിട്ടാണ് ആക്ച്വലി എണ്ണിട്ടത്. അത് കാരണം ഇവിടെ വരുന്നതും അതിൻ്റെ ഇടയിലുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം ഒത്തിരി ലേറ്റ് ആയിപ്പോയി. അപ്പോൾ നേരെ ഞങ്ങൾ ഇനി വന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി ഇതിലെ കാഴ്ചകളൊക്കെ ഇനി നമുക്ക് കാണാം. ജില്ല എങ്ങനെയുണ്ട്? നല്ല തണുത്ത കാറ്റുണ്ട്. ഇപ്പോൾ ഞങ്ങൾ മാൻഷൻ്റെ പുറകിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അണ്ടർഗ്രൗണ്ട് സംഭവമൊക്കെ കാണുന്നുണ്ട്. കുറേ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അഡ്മിനിസ്ട്രേഷൻ്റെ എന്തോ ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് തോന്നുന്നു. എടി പറ്റിച്ചെടി, അങ്ങോട്ട് കയറാൻ പറ്റില്ല. സീനിക് വ്യൂ അതിനും പേര് ഉള്ളിൽ കയറുന്നു. ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കും അവർ. അപ്പോൾ ഏതായാലും പുല്ലിക്കൂടെ കയറി ഇറങ്ങാം. ഇതിനകത്ത് സാധനമൊന്നും വെച്ചിട്ടില്ല. പുല്ലിക്കൂടെ കയറരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ റൂം. ഭാര്യയ്ക്ക് റൂം, ഭർത്താവിന് റൂം, കൊച്ചിന് റൂം, കുഞ്ഞൂച്ചിക്ക് റൂം, വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മച്ചിക്ക് റൂം, അപ്പച്ചന് റൂം, എല്ലാവർക്കും സെപ്പറേറ്റ് റൂമാണ് ഇവർ കൊടുത്തേക്കുന്നത്. അതിൽ ഞങ്ങൾ തന്നെ എല്ലാം കൊടുക്കും. അപ്പോൾ എല്ലാവർക്കും ഓരോ റൂമുണ്ട്. അതിൻ്റെ കൂടെ അറ്റാച്ച് ഒരു ബാത്റൂമും കാണും. ഒരു റൂം തന്നെ കയറി ഇറങ്ങണമെങ്കിൽ നമ്മുടെ ഒരു ഏക്കർ സ്ഥലം വേണം. ഒരു റൂമും അതിൻ്റെ ബാത്റൂമും എല്ലാം അവിടെ കഴിയുമ്പോൾ തന്നെ കുറേ സ്ഥലമുണ്ട്. ഇനി വേറെ ഏത് റൂമാണെന്ന് നോക്കട്ടെ. അടുത്ത റൂമിലോട്ട് പോകും. അടുത്ത റൂമല്ല, ഇപ്പം നമ്മൾ കണ്ട റൂമിൻ്റെ ബാത്റൂമാണ് ഈ കാണുന്നത്. അവിടെ മുകളിലോട്ടൊക്കെ റൂമുണ്ട് ഇനി. പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാനുള്ള ഇതില്ല. നമുക്ക് ഇവിടെ വരെ കയറാറുള്ളൂ. ഇനി ഞാൻ താഴോട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോവാം. സോ താഴോട്ട് പോയി നോക്കട്ടെ ഇനി എന്താണെന്നുള്ളത്. ഇപ്പോൾ ഈ നിൽക്കുന്നതാണ് കിച്ചൺ എന്ന് പറയുന്നത്. എന്ത് വലിയ കിച്ചൺ. ആ പാത്രങ്ങളൊക്കെ ഈ സൈഡിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് ഇതെടുക്കാൻ വേണ്ടി തന്നെ വേറൊരു സ്റ്റിക്ക് അവിടെ അവർ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന സംഭവങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു കിച്ചണാണ്. ഇനി ഇവിടുന്ന് നമ്മൾ നടന്ന് കയറുന്നത് ഇതിൻ്റെ ഡൈനിങ് ഹാളിലോട്ടാണ്.
അപ്പോൾ അതാ ഞങ്ങൾ ഇതിൽ ഇറങ്ങി, മാൻഷൻ കണ്ട് എല്ലാം ടൂർ കണ്ട് ഇറങ്ങി. കുഴപ്പമില്ലായിരുന്നു അല്ലേ? ഒരു വലിയൊരു ഒരു 5-8 ബെഡ്റൂം അല്ല, കൂടുതൽ ബെഡ്റൂം ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ പിള്ളേർക്കും ഭാര്യയ്ക്കും ഭർത്താവിനും ഒക്കെ സെപ്പറേറ്റ് റൂംസും സംഭവങ്ങളും ഒക്കെ. പിന്നെ ബേസ്മെൻറ്റ് ഫുള്ള്, നമ്മുടെ ബേസ്മെൻറ്റ് വരുന്നിടത്ത് ഇവർക്ക് ഫുൾ കിച്ചൺ, അത് കഴിഞ്ഞ് ഡൈനിങ് ഹാള്, പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന അവരുടെ എന്തോ ലോണ്ട്രി പോലെ അങ്ങനെ ഒരു ചെറിയൊരു സ്പേസ്. പിന്നെ വെളിയിലോട്ട് തന്നെ മറ്റേ ഇതുണ്ട്, ഒരു ലിഫ്റ്റ് പോലെ ഉണ്ട്. ഫുഡെല്ലാം മുകളോട്ട് കയറ്റാനും ഇറക്കാനും ഒക്കെ ആയിട്ട് അവിടെ വെച്ച് കഴിഞ്ഞിട്ട് അവർ പിടിച്ച് വലിച്ചു കഴിയുമ്പോൾ കയർ പോലെ ഉണ്ട്, ആ വലിച്ചു കഴിയുമ്പോൾ മുകളോട്ട് ഫുഡ് കയറിപ്പോവും. അങ്ങനെയായിരുന്നു ഒരു കൊടുത്തോണ്ടൊക്കെ ഇരുന്നത്. കുഴപ്പമില്ല, നല്ലതായിരുന്നു. അപ്പോൾ നമ്മളപ്പോൾ ഈ മാൻഷൻ കണ്ടിട്ട് തിരിച്ചിറങ്ങി. ഇനി ഇവിടുന്ന് തന്നെ കുറച്ചൊരു 5 minutes പോകുമ്പോഴത്തേക്ക് ഒരു മാർബിൾ ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു ഫുൾ വൈറ്റ് കളറിലെ ഒരു ഹൗസാണ്. അപ്പോൾ അതും കൂടെ പോയി കണ്ടിട്ട് പിന്നെ നമുക്ക് കുറച്ച് ക്ലിഫ് വോക്കും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, പക്ഷെ തണുപ്പിൻ്റെ അനുസരിച്ച് നമുക്ക് ചെയ്യാം. സോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇനി കയറാൻ പോകുന്നത് മാർബിൾ ഹൗസിലോട്ടാണ്. നമ്മൾ ആദ്യം കയറിയ ബർക്കേഴ്സിൽ നിന്നും ഒരു 3 minutes ഡ്രൈവ്. വോക്ക് ചെയ്യേണ്ടവർക്ക് വോക്ക് ചെയ്യാം, ഇല്ല എങ്കിൽ 3 minutes ഡ്രൈവ് ആണ്. ഇവിടെ വാക്സിൻ കാർഡ് കാണിക്കണം മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഓക്കെ, ഫ്രീ പാർക്കിംഗ് ആണ്. പിന്നെ നമുക്ക് മാസ്ക് വേണം, വാക്സിനേഷൻ കാർഡും കാണിക്കണം. അങ്ങനെ ഞങ്ങൾ വൈറ്റ് ഹൗസ് പോലെ ഇരിക്കുന്ന ഒരു മാർബിൾ ഹൗസിലോട്ട് കയറാൻ പോവാണ്. വൈറ്റ് ഹൗസിലോ കയറാൻ പറ്റില്ല, അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ മാർബിൾ ഹൗസിലേക്ക് നമുക്ക് കയറി കാണാം എങ്ങനെയുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ മൊത്തം മാർബിൾ പോലെ ഇരിക്കും, പക്ഷേ മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയ പോലെ തോന്നുന്നില്ല, കല്ലും കൊണ്ടാക്കി വെച്ചിരിക്കുന്നതിന് പെയിൻറ്റ് അടിച്ച പോലെ ഉണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാനിവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും പള്ളിയാണെന്ന് തോന്നും. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചത് പള്ളിയാണോ, എന്താണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, കുരിശ് ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ പള്ളിയല്ല, ഇവിടുത്തെ ഒരു ആർട്സ് ഇവർക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ആർട്ട് കളക്ഷൻ വേണ്ടി ആൾക്കാർ വരുമ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഒരു ക്രിയേറ്റീവായിട്ട്. ബട്ട് സ്കൂൾ തോ എന്താ ഇവിടെ എന്താ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല, പക്ഷെ കുറേ എന്തൊക്കെയോ സംഭവങ്ങളും ആർക്കിടെക്ചറും വലിയൊരു ലൈറ്റും എല്ലാം കൂടെ കാണാൻ ഭയങ്കര ഒരു വല്ലാത്ത റോയൽ ലുക്ക്. ഇതാണല്ലേ അച്ഛാ റോയൽ ലുക്ക് എന്ന് പറയുന്നത്? ഇങ്ങനെയും പറയാം അല്ലേ. സോ നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ഓരോ വാളിലുള്ള പെയിൻറ്റ്സും സംഭവങ്ങളും അതുപോലെ ആർക്കിടെക്ചറും എല്ലാം ഗോൾഡ് പ്ലേറ്റഡ് ആണെന്നാണ് പറയുന്നത്. നമുക്ക് കാണാം ഇത് ഫുള്ള് ഗോൾഡ് കൊണ്ട് കവേർഡായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ച പെയിൻ്റ് ആയിരുന്നു, പക്ഷേ ഇത് പെയിൻ്റ് അല്ല, ആക്ച്വലി ഗോൾഡ് കോട്ടഡ് ആണ്. സോ ഈ കാണുന്ന സ്റ്റെപ്സ് മുഴുവൻ മാർബിളും കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. കുറേ ഇറങ്ങുന്നുണ്ടോ? കുറച്ചധികം ഉണ്ട്. നമ്മൾ ഇത്ര സ്റ്റെപ്പ് ഒന്നും കയറിയില്ല, ഇങ്ങോട്ട് വരാൻ വേണ്ടി നമ്മൾ ഇത്ര സ്റ്റെപ്സ്
ഹിറ്റ്ച്ച്ഹൈക്കേഴ്സ് മാൻഷനെ കണ്ട അതേപോലത്തെ സെയിം കിച്ചൺ തന്നെയാണ് ഈ മാർബിൾ ഹൗസിൻ്റെ അകത്തുള്ളതും. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞ് ഒരാളോട് ചോദിച്ചപ്പോഴാണ് ഒരു ഇത് കിട്ടിയത്. സോ താഴെ എല്ലാം മാർബിളും കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അപ്സ്റ്റേഴ്സിലേക്ക് അവർ മാർബിൾ വെച്ചില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അറിയത്തില്ല ശരിക്കും എന്താ കാര്യമെന്ന്. ചിലപ്പോൾ പൈസ $7 മില്യൺ മുടക്കിയതിൻ്റെ ഇതുകൊണ്ടായിരിക്കും. പിന്നെ അവർ പറഞ്ഞു അവിടെ മുകളിലോട്ട് അധികം ഗസ്റ്റ് അങ്ങനെയൊന്നും ആൾക്കാർ പോകാറില്ല. വരുന്ന ഗസ്റ്റ് എല്ലാവരും ഡൗൺ സ്റ്റെയർ തന്നെയായിരിക്കും ഇരിക്കുന്നത്. അപ്പം 3rd ഫ്ലോർ തൊട്ട് അവർ മാർബിൾ യൂസ് ചെയ്തിട്ടില്ല. അതിന് പകരം മാർബിൾ പോലെ തോന്നിക്കുന്ന ഒരു സംഭവമാണ് യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് അവർ പേര് മാർബിൾ ഹൗസ് എന്നാണ്. ഇതെല്ലാം പറ്റില്ല കേട്ടോ, വന്ന് കാണുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. എല്ലാം വെറും പറ്റില്ല, ആൾക്കാരെ പറ്റിക്കാനുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അവരോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഒരാൾ സംശയം ചോദിച്ചു, ഇത് കണ്ടിട്ട് മാർബിൾ പോലെ തോന്നുന്നില്ലല്ലോ എന്ന്. അപ്പോഴാണ് പറഞ്ഞത്. എന്തായാലും കൊള്ളാം. ഞങ്ങളിപ്പോൾ കണ്ടിട്ട് വെളിയിൽ ഇറങ്ങി പുറത്തോട്ടൊന്ന് പോവാ. ഇനി ക്ലിഫ് വാക്ക് ഉണ്ടല്ലേ, ക്ലിഫ് വാക്ക് നോക്കാൻ പറ്റുമോ? ഭയങ്കര കാറ്റ് ഇവിടെ, ഞങ്ങളെയും കൊണ്ട് പോകും അതുപോലെ കാറ്റ്. അതുകൊണ്ട് നമുക്ക് നോക്കാം ഇനി ബാക്കി എന്തൊക്കെയാണ് കാണാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാം. നല്ലൊരു വ്യൂ കണ്ടപ്പോൾ ഇറങ്ങിയത്. ജില്ലു പറഞ്ഞു ഇറങ്ങണ്ട, പക്ഷേ ഇറങ്ങാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഇറങ്ങണ്ട, ഭയങ്കര തണുപ്പാണ്. ജില്ലു പാറി പോകുന്ന തണുപ്പ് തന്നെയാണ്, നല്ല കാറ്റുണ്ട്. സ്നോയും തുടങ്ങി. ഒരു 2-3 hours ഇനി ഇവിടെ സ്നോ ആണ് കാണിക്കുന്നത്. പക്ഷെ എന്നാലും നല്ല രസമുണ്ട്. ബീച്ചിന്റെ സൈഡിലായിട്ട് ഇതാണ് ഓഷ്യൻ ഡ്രൈവ്. അപ്പൊ അതിന്റെ ഒരു സ്റ്റോപ്പിലാണ് നമ്മൾ നിർത്തിയത്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട് അല്ലേ, പാറക്കെട്ടും ഒക്കെ ആയിട്ട്. അതെ, നല്ല തണുപ്പുണ്ട്. പക്ഷെ എന്തായാലും കിട്ടിയ ചാൻസ് അല്ല. അപ്പൊ ഇറങ്ങാതിരുന്ന മോശമല്ലെന്ന് ചോദിച്ചാൽ ഇറങ്ങിയതാ. ഞാൻ പേടിക്കുന്ന ജില്ലിനെ പിടിച്ചിട്ടുണ്ടോ, പാറി പോകത്തില്ല, ഡോണ്ട് വറി. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് ആഡംസ് അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ സമ്മർ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇവിടെ ഒരു ഫോർട്ട് ഉണ്ട്, ഞങ്ങളുടെ പുറകിൽ ഒരു ഫോർട്ട് കാണാം. പക്ഷെ നമ്മൾ കുറേ ഫോർട്ടിലൊക്കെ കയറിയിട്ടുണ്ട്. എല്ലായിടത്തെയും ഫോർട്ട് ഒരുപോലൊക്കെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഫോർട്ടിൻ്റെ അകത്ത് കയറുന്നില്ല. പക്ഷേ ഇവിടെ അത്ര ഇതുള്ള ഇല്ല, നമ്മൾ പോയ പഴയ ഫോർട്ടിൻ്റെ അത്രയും വരുന്നില്ല എല്ലാം. പക്ഷെ സമ്മർ ടൈമിലാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഓഷൻ ഉണ്ട്. അപ്പോൾ സെയിലിങ്ങിൻ്റെ ഒക്കെ സംഭവങ്ങളുണ്ട്. ഇവിടെ ഭയങ്കര റഷ് ആയിരിക്കും ആ സമയത്ത്. അപ്പോൾ പബ്ലിക് പാർക്ക് പോലെ തന്നെ ഇത് ഓപ്പൺ ആയിരിക്കും. നമുക്കപ്പോൾ പോവാം, അവിടെ ഇരിക്കാം. ഫോർട്ടിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അതിൻ്റെ മണ്ടയിൽ അവിടെ കുറച്ച് പബ്ലിക് പാർക്ക് പോലെ ഇരിക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്. പിന്നെ സെയിലിങ്ങിനൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട്, അടിപൊളിയായിരിക്കും. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ടും സ്നോ വീഴുന്നതുകൊണ്ടും നമ്മൾക്ക് ജസ്റ്റ് ഇതിലൂടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ച് വണ്ടിയിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോകാം. അത് തന്നെ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഒന്നുമില്ല, സ്നോ വീണതുകൊണ്ട് തണുപ്പ് കുറഞ്ഞു. ഒരു ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഇവിടെ കണ്ട റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ ഉള്ള ഒരാളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടേക്ക് ഒരു ഡെഡ് റോഡുണ്ട്, ആയിക്കൂടെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തും, ബട്ട് ബി കെയർഫുൾ എന്ന് പറഞ്ഞു. അപ്പോൾ ബി കെയർഫുൾ എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു കെയർഫുൾ ചെയ്യണ്ടേ. അപ്പോൾ പോകണം വേണ്ടോ ഞങ്ങൾ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അവിടെ പോകുന്ന വഴിക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാം. നല്ല റോഡാണെങ്കിൽ ഇത് തന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. നോ ക്യാമറാസ് ഓർ ഫിഷ്. ഇതല്ലേ വഴി. ജില്ലേ എങ്ങോട്ടാ പോകുന്നത്? ജില്ലുവിന് സമാധാനമായി ഇവിടെ ആൾക്കാരെ കണ്ടപ്പോൾ. Did you guys go to the lighthouse? Yes. Oh, okay. Yep, it's just right on the right. Oh, okay. We didn't see anyone. I was like, is this the right way? Yes. Yeah, no, it's right. Right. Thank you. Hey, വീഴല്ലേ? മിക്കവാറും ഇത് കാണുന്ന ആൾക്കാർക്ക് തോന്നി ഞങ്ങൾക്ക് വട്ടാണ് ഈ സ്നോയിൽ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന്. പക്ഷേ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു കപ്പിൾസിനെ കണ്ടു. അവരും ഇതേപോലെ തന്നെ ഇത് കാണാൻ വേണ്ടി വന്നാൽ അവർ കണ്ട് ചിരിച്ചിട്ടൊക്കെ സന്തോഷത്തിൽ അടിപൊളി വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ പോകുന്നത്.
അപ്പോൾ ഞങ്ങൾ നോക്കട്ടെ, അങ്ങോട്ടേക്ക് ഞങ്ങൾ എത്തി. ഇവിടെ ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. സത്യം കാണുന്നവർ വിചാരിക്കും വട്ടാണ്, പക്ഷെ ശരിയാണ്. കുറച്ച് വട്ടെടുത്ത് ഓടിക്കോ. ഇതുണ്ട്, ഈ ലൈറ്റ് ഹൗസ് കാണാനാണ് ഞങ്ങൾ വന്നത്. കാസിൽ ഹിൽ ലൈറ്റ് ഹൗസ് എന്നാണ് ഇതിൻ്റെ പേര്. ഒരാൾ കൂടെ കിടന്ന് പോയിക്കൊണ്ടിരിക്കും, ആരും കേൾക്കാനില്ല. അടിപൊളി വ്യൂ ആണ്. അടിപൊളി വ്യൂ അല്ലേ? യെസ്, കൊള്ളാല്ലേ? അപ്പൊ വെറുതെ ആയില്ല നമ്മൾ വന്നത്. ഇനി ഇവിടുന്ന് താഴോട്ട് നമുക്ക് സ്റ്റെപ്സ് കൊണ്ട് ഇറങ്ങി പോകാൻ വേണ്ടി അവിടെ പോകാം. അവിടെ പോയിട്ട് വല്ല കാര്യമൊന്നുമില്ല, ഭയങ്കര കാറ്റും അടിക്കുക, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുന്നില്ല. പിന്നെയും കാറ്റ് കൂടുതലായിരിക്കും, കാരണം കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങണം. അതിന്റെ തൊട്ട് താഴെയാണ് ബീച്ച്. അത് കാരണം അങ്ങോട്ട് ഇറങ്ങുന്നില്ല, ചിലപ്പോൾ സ്ലിപ്പറി ആയിരിക്കും, പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ സ്നോ വീണോണ്ടിരിക്കുക, അവിടെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി റിസ്ക് എടുക്കുന്നില്ല. ഒന്ന് പോയാലോ? Let's go back. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. അതെ, ഫുഡെല്ലാം കഴിച്ചു. പിന്നെ ഭയങ്കര സ്നോ ഒക്കെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. കാരണം സ്ട്രീറ്റിലൂടെ കറങ്ങാമെന്ന് വിചാരിച്ചാൽ കറങ്ങാൻ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയതിനും നല്ല സ്നോ. അതെ, ഇവിടെ ഇടയ്ക്കിടയ്ക്കാന്ന് തോന്നുന്നു സ്നോ വീഴുന്നത്. ഉച്ചയ്ക്ക് ഒരു 2-3 hours ഉണ്ടായിരുന്നു, പിന്നെ സ്റ്റോപ്പായി. അത് കഴിഞ്ഞിപ്പം പെട്ടെന്നാണ് ഒരു 1 hour ആയിട്ട് നല്ല സ്നോ ആയിരുന്നു. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അവിടെയൊന്നും അധികം സ്നോ കാണിക്കുന്നില്ല, എന്നാലും ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നു. വെളിയിൽ നല്ല കാറ്റും തണുപ്പും ഒക്കെ ആയതുകൊണ്ട്. അപ്പം ഇന്ന് അത്യാവശ്യം നമ്മൾ കുറേ മാൻഷനും അതും ഇതും ഒക്കെ കണ്ട് ഇന്നത്തെ ന്യൂ പോർട്ടിലുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ഇന്നൊരു ദിവസം കൊണ്ട് കണ്ടു കഴിഞ്ഞു. അപ്പം ഇനിയിപ്പോൾ നാളെ ഞങ്ങൾ പോകും. അപ്പോൾ ആ പോകുന്ന വഴി കുറച്ചുകൂടി സംഭവങ്ങളെല്ലാം എന്തൊക്കെ കുറച്ച് റോഡ് ഐലൻഡ് ബാക്കിയും കൂടെ കാണാനുണ്ട്. അപ്പം നമുക്ക് അവിടെ പോകുന്ന വഴിക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇന്നും കൊണ്ട് ഇപ്പോൾ ഞങ്ങളുടെ വീഡിയോ അവിടെ തീരുവാണ്. അപ്പോൾ എല്ലാം പറയുന്ന പോലെ ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് എന്നും പറയുന്ന സെയിം തിങ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ